എന്താണ് ആക്ച്വലി അസുഖം? ആ, അത് ഞാൻ അയച്ചു തരാം സാർ. അത് നോക്കി ഇവിടെ ഫോൺ എടുക്കാൻ സമ്മതിക്കത്തില്ല, അതാണ്. ഹോസ്പിറ്റലാണോ? അതെ അതെ, ഫോണ് ഇത് സമ്മതിക്കത്തില്ല. ഇനി സ്ലോ ഒരുപാട് ഇതിലൊറ്റ ചോദ്യം, ഈ സ്ലോ പോയിസൺ ഇതായത് തന്നെയാണോ സംഭവം? അല്ല, ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എന്താ പറയാ, അതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഉം, 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 ഇപ്പൊ വർഷങ്ങളായില്ലേ, ഇപ്പൊ 2018 തൊട്ട് തുടങ്ങിയതാണിത്. അപ്പൊ ഉം. ഇനിയിപ്പോ നോക്കണം സാർ അതെന്താന്ന്. ഈ സ്ലോ പോയിസൺ കഴിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ടാണോ ഉണ്ടാവുക? അതെ അതെ അതെ, അത് നമ്മളറിയില്ല. ഈ നമ്മുടെ നമ്മള് ശരീരം മുഴുവൻ തളരുക, ആന്തരിക അവയവങ്ങൾ എല്ലാം തകരാറിലാവുക, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. അല്ല, ഇത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ റിവേഴ്സ് ആയതാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പൂർണ്ണമായി നമ്മുടെ തപ്പോ? സ്വന്തം നമ്മുടെ അല്ല, പോകുന്നതല്ല അതിനകത്ത് പ്രശ്നം. ഇത് ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ നല്ല ശരീരത്തിന്റെ കോശങ്ങളെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് സെല്ല് നശിപ്പിക്കും. അതെ, നല്ല സെൽസിനെ നശിപ്പിക്കും. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നെർവിനെയാണ്, എന്റെ കാലിലെ നെർവുകളെയൊക്കെയാണ് എഫക്ട് ചെയ്തത്. ഉം, ഉം, വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന രക്തവാദം, ഉം, അതായത് നെർവ്സിന്റെ എല്ലാം നീർവീക്കം, ഉം, രക്തക്കൊള്ളികളിൽ നീർവീക്കം ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞരമ്പുകളുടെ മൈലിൻ ഷീറ്റ് ഉം, ഉരുകി പോകും. അത് ഈ ഓട്ടോഇമ്യൂൺ കാരണമാണ് അങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ ഈ നെർവ്സ് പോകുന്ന ഭാഗത്തെ മസിൽസ് പ്രവർത്തിക്കില്ലല്ലോ, ഉം, അങ്ങനെ ആ വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ എക്സ്ട്രീമിറ്റീസ്, അതായത് കാലുകളിലും കൈകളിലുമാണ് വന്നത്. ഉം, പിന്നീടാണ് ഉം, ഇപ്പം ചില സമയത്തൊക്കെ കണ്ണുകളെ ബാധിക്കും. ഉം. പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആദ്യം കണ്ണുകൾക്ക് വരുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ കുറച്ച് റിവേഴ്സ് ആവും. പിന്നീട് വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ഇത് വരും. ഉം, ഉം. അങ്ങനെയാണ്. ഈ ഗണേശൻ വേണ്ട സഹായം ഒന്നും ചെയ്യുന്നില്ലേ നേരം? ഞാനേത് ഞാൻ ഞാൻ ആരുടെടുത്തും ഒന്നും സംസാരിക്കാറില്ല. എന്നാലും ഒരു അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയല്ലേ, അപ്പം ആ കുട്ടിയെ നോക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനല്ലേ? നമ്മൾ ആ കമന്റ് ഒഴിവാക്കുന്നതല്ലേ സാർ നല്ലത്.